ഇപ്പോൾ ഒരു കലാകാരനെ പിടിച്ച് ജയിലിലിട്ടിറങ്ങി കഴിവുള്ള ഒരാളില്ലാണ്ടാക്കാന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് മുൻ കമ്മീഷണർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിർമ്മാർജ്ജനം ചെയ്യണം, അതിന് റൂട്ട് പോകണം, അല്ലാണ്ട് ഒരു ഇല പറിച്ചളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിപ്പോൾ ഡി അഡിക്ഷനിലൂടെയോ അല്ലെങ്കിൽ അവയർനെസ്സിലൂടെയോ ഒക്കെ മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ നന്നായിട്ട് തിരിച്ചു വന്നിട്ടുള്ളവരുണ്ട്. മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ മാറ്റങ്ങൾ ഇപ്പോൾ അതിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ജെൻഡർ ബേസ് അല്ല പറയണത്, പ്രൊട്ടക്ഷൻസ് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഭവിച്ചവരുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈക്വൽ പ്രിഫറൻസും ഒരു പടി കൂടുതൽ കൊടുത്താലായി. ഇപ്പോൾ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സഭയിൽ ഒരു അച്ഛൻ തെറ്റ് ചെയ്താൽ മൊത്തം സഭേനെ ഇതായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്. എത്രയോ നല്ല അച്ഛന്മാരുണ്ട്. പക്ഷെ അത് പറയില്ല. ഒരു അച്ഛൻ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ അച്ഛൻ്റെ പിന്നാലെ പോകും. ഒരു സ്വാമി തെറ്റ് ചെയ്യുമ്പോൾ ആ സ്വാമിയുടെ പിന്നാലെ പോകും. ഒരു ഉസ്താദ് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മൊത്തം സമൂഹത്തിന് അങ്ങനെയാണ്. അതുപോലെ സിനിമയിൽ ഒരാൾ തെറ്റ് ചെയ്തതിന് മൊത്തം ഇവന്മാരൊക്കെ ഇതല്ലേ എന്നും പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന കാണുമ്പോൾ മാത്രമേ എനിക്ക്, കാരണം അവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരും, ഞാൻ പുണ്യാളനാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ ഫാമിലി വാല്യൂസ് കൊടുക്കുന്നവരും ഇങ്ങനെയുള്ളവർ എല്ലായിടത്തും ഇതുപോലെ തെറ്റുകളുണ്ട്. പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷെ ഇവിടത്തത് എടുത്ത് കാണിക്കപ്പെടും. കാരണം റേറ്റിംഗ് കിട്ടുമല്ലോ നിങ്ങൾക്ക്. പക്ഷെ എപ്പോഴും ഈ മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ മാറ്റങ്ങൾ ഇപ്പോൾ അതിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ജെൻഡർ ബേസ് അല്ല പറയണത്, പ്രൊട്ടക്ഷൻസ് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഭവിച്ചവരുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈക്വൽ പ്രിഫറൻസും ഒരു പടി കൂടുതൽ കൊടുത്താലായി. ഇപ്പോൾ ലൊക്കേഷനുകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കാതിരിക്കാനും. പിന്നെ അറിയാല, വിത്ത് ഏതാണ് വിതയ്ക്കുന്നത് അതേ നമ്മൾ കൊയ്യുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പിന്നെ ഇത് എന്താ പറയുക, തെറ്റുകളെല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. ആരും പുണ്യവന്മാരായിട്ട് ജനിക്കുന്നില്ല. എല്ലാ പുണ്യാളന്മാരും പാപം ചെയ്തതിന് ശേഷമാണ് പുണ്യവന്മാരായിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, നന്മയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതേ കാര്യത്തിൽ റിലേറ്റ് ചെയ്ത് ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു നടിക്കെതിരെയുള്ള അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു വേദിയിൽ വെച്ചിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കറന്റ് സിനാരിയോ കൂടെ ബേസ് ചെയ്തിട്ട് ലഹരിയുടെ ഉപയോഗം നിലനിൽക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത്? ഇവിടെ മാത്രമല്ല, അത് 70% യുവാക്കൾ ഇതിന് അഡിക്റ്റാണെന്ന് എക്സൈസ് തന്നെ പറയുന്നു. അപ്പം സിനിമയിലല്ല അത്. സിനിമ എന്ന് കാണിക്കുമ്പോൾ തിളങ്ങും. അതുകൊണ്ടാണ് സിനിമയിലുള്ള ആൾക്കാരിൽ ഫോക്കസ് വരുന്നത്. വിൻസിയായിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഷൈൻ ടോമായിട്ട് ഞാൻ ഇപ്പോൾ ഈ അടുത്ത് അഭിനയിച്ചതാണ്. അപ്പോൾ ഷൈൻ അവിടെ ഷൂട്ടിങ്ങിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ആ ലൊക്കേഷനിൽ ഉണ്ടാക്കിയിട്ടില്ല. ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിന് ശേഷമാണ് ഈ ഇഷ്യൂ വരുന്നത്. പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് പൊട്ടി മുളച്ച പോലെയുള്ള നമ്മൾ കണ്ടത്. പക്ഷേ 4 മാസം മുമ്പ് നടന്നൊരു ഇൻസിഡൻ്റാണ്. സിനിമേനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി വിൻസി മിണ്ടാതിരുന്നു. പക്ഷെ കംപ്ലൈൻറ്റ് തന്നത് പുറത്ത് വിട്ടു സംഘടന, നമ്മുടെ സംഘടന വിട്ടിട്ടില്ല. വേറെ ഏതോ സംഘടന പുറത്തു വിട്ടു എന്നുള്ളതാണ് വിൻസിയുടെ വിഷമം. ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ വിൻസി നമ്മുടെ മെമ്പർ അല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഈ സമൂഹത്തിൽപ്പെടുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു ഡിസിപ്ലിനറി കമ്മിറ്റി അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് അന്വേഷിക്കാനും. ഷൈൻ്റെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണെന്നുള്ള അറിയില്ല. ഏത് കോടതിയും 2 പേർക്കും പറയാനുള്ള അവസരം കൊടുക്കുമല്ലോ. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും, കാരണം സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു കലാകാരനെ പിടിച്ച് ജയിലിലിട്ടിറങ്ങി കഴിവുള്ള ഒരാളില്ലാണ്ടാക്കാന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് മുൻ കമ്മീഷണർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിർമ്മാർജ്ജനം ചെയ്യണം, അതിന് റൂട്ട് പോകണം, അല്ലാണ്ട് ഒരു ഇല പറിച്ചളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിപ്പോൾ ഡി അഡിക്ഷനിലൂടെയോ അല്ലെങ്കിൽ അവയർനെസ്സിലൂടെയോ ഒക്കെ മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ നന്നായിട്ട് തിരിച്ചു വന്നിട്ടുള്ളവരുണ്ട്. സ്വന്തം ഇപ്പോൾ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ കോടതിയോ പോലീസോ ഒന്നുമല്ല. അതിൻ്റെ ആ ജോലി വേറെ ആൾക്കാർക്കാണ്, അത് നമ്മുടെ ജോലിയല്ല. അവർ പറയട്ടെ, അതിനുശേഷം തീരുമാനം എടുക്കാമെന്നാണ്.